ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് മരുന്നുണ്ടാക്കണം നമ്മുടെ പയറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ചൂണ്ട ഉണ്ടാക്കണം. പിന്നെ വലിയ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ മീനുകളെയും പിടിക്കണം. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:45. ഞാനിന്ന് 6 മണിക്ക് എണീറ്റിട്ട് നമ്മളുടെ കുപ്പിക്കണി ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കുപ്പിക്കണി, അത് തോട്ടിലേക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി വറ്റൊക്കെ എടുത്തിട്ട് ചോറാണ് നമ്മുടെ പഴഞ്ചോറ്, തലേ ദിവസത്തെ ചോറ് എടുത്തിട്ട് അതിലിട്ടിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ സമയം 7:45. ഒരു നേരത്ത് ഞാൻ പോവുകയാണ്, ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത്ര നേരത്തെ നീച്ചത് ഞാൻ രാവിലെ ആണ് ഇന്ന് എഡിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാണ്. അവിടെ ഞാൻ കുറച്ച് ചെയ്തു, അതായത് അവിടെ പോയി കുപ്പി കെണി ഇട്ട് വന്നിട്ട് ഇവിടെ വന്ന് എഡിറ്റ് ചെയ്തു. ഇപ്പോൾ ഇനി അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ബക്കറ്റ് വേണം. മീൻ അതിലുണ്ടോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ബക്കറ്റ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പണി കിട്ടും. ആ മീനാണ് നമുക്ക് വലിയ മീനുകൾ പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. എത്രത്തോളം കിട്ടിയെന്ന് അറിയില്ല, നേരം വെളുത്തേ വരുന്നുള്ളൂ. അമ്മ റോഡൊക്കെ അടിച്ചു വരുന്നു. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ്, അത് ഞാൻ എൻ്റേതായിട്ട് പറയുകയല്ല, ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ടും പറയല്ല, ഇങ്ങനെ ചെയ്യണം എല്ലാവരും. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലൂടെ റോഡ് പോകുന്നുണ്ടെങ്കിൽ, മെയിൻ റോഡ് എന്നല്ല കേട്ടോ പറഞ്ഞത്, ഇതുപോലത്തെ പോക്കറ്റ് റോഡൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടിച്ചൊരു വൃത്തിയാക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അമ്മ രാവിലെ തന്നെ അടിച്ചു വരൽ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരെ നമ്മുടെ കുപ്പിക്കണി പോയിട്ട് ആയിട്ട് മീൻ കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഒരാളിതാ പല്ല് വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് വൈകിട്ടാണല്ലോ നേരം വെളുക്കുന്നത്. അതായത് വെളിച്ചം ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോഴേക്കാണ് വെളിച്ചം വരുന്നത്. അത് ഞാൻ രാവിലെ ക്യാമറ എടുക്കാഞ്ഞത്, ഒരു ക്ലിയർ ഉണ്ടാവില്ല. ഗോപ്രോക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ക്ലിയർ കുറയും. അപ്പം നമ്മളുടെ 3 കെണി വെച്ചിരുന്നത് വേറെ ഒന്നിലുണ്ടോയെന്നറിയില്ല. ഇവിടെ തന്നെ ഒന്ന് വെച്ചായിരുന്നു. അതിൻ്റെ നെത്തിനോട് പൊക്കി നോക്കാം നമുക്ക്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞില്ലേ. ഇതിലൊറ്റൊന്നുമില്ല. ഇത്ര രാവിലെ നേരത്തെ വന്ന് വെച്ചിട്ടും ഒന്നുമില്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു 20 കിട്ടണം. നമുക്കിന്നൊരു 20 ചൂണ്ടിലെങ്കിലും ഉണ്ടാക്കണം. ഓ മൈ ഗോഡ്, ഇതിലും ഇല്ല കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ക്ഷീണം പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലാൻ ബി ഉണ്ട്. ഇത് പ്ലാൻ എ ആണ്, നമുക്ക് പരല് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ബി ഉണ്ട്. ഇത് കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടായിരുന്നു. ഇതിലും ഇല്ല, എല്ലാം കൊണ്ട് ശോകമായി. ഒറ്റ ഒരു മീൻ നമുക്ക് കിട്ടിയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു വട്ടം കൂടി ഇതൊക്കെ ഇവിടെ ഇട്ട് വെച്ച് പോവുകയാണ്. നമുക്ക് കുറച്ച് കണ്ടിട്ട് വരാം. പിന്നെ ഇതിൻ്റെ കാരിലൊക്കെ പിടിച്ചുകൊണ്ട് പോയോ എനിക്കറിയില്ല. അങ്ങനെയുണ്ടല്ലോ, കുറച്ച് മേലെ ഭാഗത്തേക്കൊക്കെ പാടത്ത് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എവിടെയൊക്കെ പരലുണ്ടോ നോക്കിയിട്ട് നമുക്കൊന്ന് വരാം. പരല് കിട്ടിയാൽ നമ്മുടെ വലിയ മീൻ പിടുത്തം നടക്കുകയുള്ളൂ. വലിയ മീനുകളെ പിടിക്കണമെങ്കിൽ ചെറിയ മീനുകൾ വേണം. കാലി ബക്കറ്റുമായി ഞാനങ്ങനെ പാടത്തിൻ്റെ മടിത്തട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് ദൂരെ മേൽഭാഗമാണ്, അങ്ങോട്ടേക്ക് താഴെ ഭാഗമാണ്. റോഡൊക്കെ ഒലിച്ച് പോകുന്നു നമ്മുടെ റോഡ്. ഇവിടെ നമ്മൾ കുറേ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കണ്ടില്ലായിരുന്നു. അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ചെയ്യാം നമുക്ക്. പക്ഷേങ്കിൽ അതൊന്നുമില്ല ഇപ്പോൾ. വാ, ഒറ്റൊന്നുമില്ല. ഇപ്പോൾ അതാരോ പൊറുക്കി കൊണ്ടുപോയിട്ടോ. ഈ നാളികേരം മാത്രമേ ഉള്ളൂ. നാളികേരമല്ല, അതിൻ്റെ ചകിരി, കുപ്പികളൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ട ആരോ അത് പൊറുക്കി കൊണ്ടുപോയി. പിന്നെ ഇതിൽ കണ്ടങ്ങൾ ഈ പുല്ല് വെട്ടിയിട്ട് ഇതൊക്കെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ അതിലൊക്കെ ഇടയിലിടയിൽ വെട്ടിയിട്ട് കാണാം. നമുക്ക് ഈ തോട്ടിൽ നല്ല ബ്രാലുണ്ട്. പക്ഷേങ്കിൽ നമ്മളെ ഇവിടെ സാധാരണ രീതിയിൽ പിടിക്കാത്തൊരു ഐറ്റം പിടുത്തമാണ് ഞാൻ ഇന്ന് പിടിക്കാൻ വേണ്ടി കരുതുന്നത്. ഇതിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ മലമ്പാമ്പുണ്ട്. മലമ്പാമ്പ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വലിയൊരു മലമ്പാമ്പിനെ നമ്മൾ പിടിച്ചു. നമ്മൾ പിടിക്കാറുള്ള ചെക്കന്മാർ. ഞാനപ്പോൾ അവിടെ സ്പോട്ടിലില്ലായിരുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ വീഡിയോ കാര്യം ഉണ്ടായതുകൊണ്ട് നമുക്കത് കാണാൻ വേണ്ടി പറ്റി. അത്യാവശ്യം നല്ല നീളമുള്ള ഏതാണ്ട് ഒരു 8 അടിയോളമൊക്കെ നീളം വരുന്ന ഒരു മലമ്പാമ്പിനായിരുന്നു പിടിച്ചിരുന്നത്. അപ്പം അത്തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവാനും നിൽക്കാനും ഒക്കെ സാധ്യത ഉണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ വലുത് അതൊരു ഫീമെയിലായിരുന്നു. അപ്പോൾ കുട്ടികളുണ്ട്, കുട്ടികൾ ധാരാളമുണ്ട്. കുട്ടികളൊക്കെ നമുക്ക് പാടത്താർ നെൽകൃഷി ചെയ്ത ഭാഗത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പരല് തേടിയൊരു യാത്ര.
അല്ലെങ്കിൽ പിന്നെ ചിരട്ടക്കണി വെച്ചാലും മതി. ചിരട്ട കൊണ്ടൊരു കണിയുണ്ട്. ഞാൻ പിന്നെ അതൊന്ന് ഉപയോഗിക്കേണ്ട രീതിയിലാണ്. ടൂൾസ് ഒരുപാട് പരിപാടികളുണ്ട്. നല്ല രസമാട്ടോ അവിടെ, നല്ല പച്ചപ്പ്. മഞ്ഞ് വീണിട്ട് കാലൊക്കെ നനഞ്ഞു. നല്ല മഞ്ഞുണ്ട് ഇപ്പോൾ ഇവിടെ കേട്ടോ, നല്ല മഞ്ഞുണ്ട്. ഇവിടെ തോടാണ്, ചെറിയ തോട്ടിലല്ലാതെ നമുക്ക് തോട്ടിൽ നിന്ന് പോകുന്ന ചെറിയ ചാലുകളുണ്ടല്ലോ, അതിലാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനത്തെ ഇതിലൊക്കെ ഉണ്ടാവണം, എന്നാലേ കിട്ടുള്ളൂ. വീട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 300-350 മീറ്ററോളം ഞാൻ പോകുന്നു. അപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലൊരു വട്ടക്കിണർ കാണാൻ വേണ്ടി പറ്റും. കിണറെന്നോ കുളമെന്നോ വിളിക്കാം, പക്ഷെ ഞങ്ങളിതിനെ വിളിക്കുന്നത് സേമിയ ഫുൾ എന്നാണ്. സേമിയ ഫുൾ അത് സ്വിമ്മിങ് പൂളിൻ്റെ ഒരു വേറെ സംഭവമാണ്. അന്നത്തെ ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ പറയാൻ വെച്ചിട്ടുണ്ടാവുള്ളായിരിക്കാം. എന്തായാലും ഇതിനെ സേമിയ ഫുൾ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു കുളത്തിന് ഒരുപാട് കഥകളുണ്ട് പറയാൻ. അതായത് നല്ല വെള്ളമായിരുന്നു, നല്ല താഴ്ച ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വില്ലേജിലെ അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ആളുകളെല്ലാവരും വന്നിട്ട് കുളിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അന്നത്തെ ടൈമിൽ ഈ കാണുന്ന ചുറ്റുഭാഗം കല്ലുകളുണ്ടാവും, ഫുള്ളായിട്ട് കല്ലുകൾ. നമ്മുടെ കുട്ടിക്കാലത്താണ് സംഭവം. അപ്പോൾ അവിടെ ഒരു ടാങ്ക് ഉണ്ട്. ആ ഒരു ടാങ്കിലേക്കൊക്കെ ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ഇതിൽ നിന്നും വെള്ളം മുക്കി കൊണ്ടുപോയി നിറച്ച് അതിൽ കുളിച്ചിരുന്നു ഞങ്ങൾ. കുളിയല്ല ശരിക്കും, അതൊരു കളിയായിരുന്നു. അതുപോലെ തന്നെ അമ്മമാർ ചേച്ചിമാരൊക്കെ എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന സ്ഥലമാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കല്ലുകൾ. എന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ അലക്കുന്നത് ഏതാണ്ട് ഈ ഒരു സൈഡിലായിട്ടായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വെള്ളം ഒഴുകി പോകുന്നതുകൊണ്ട് സുഖമാണ്, അങ്ങനെ വെള്ളം ഒഴുകി പോവുകയും ചെയ്യും, അഴുക്ക് വെള്ളമൊക്കെ. പക്ഷേങ്കിൽ ഇന്ന് ഇത് നശിക്കപ്പെട്ടു. എല്ലാവരുടെ വീട്ടിലും പൈപ്പ് കണക്ഷനുകളായി. അപ്പോൾ ആർക്കും ഇതൊന്നും വേണ്ട. ഇപ്പോൾ ആർക്കും ഇവിടെ ഒന്നും വന്ന് കുളിക്കാനൊന്നും വയ്യ. വീടിൻ്റെ മുറ്റത്ത് തന്നെ വെള്ളം വരുമല്ലേ, അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നശിച്ചത്. ഇല്ലയെന്നാണെങ്കിൽ നല്ല അടിപൊളി കിണറായിരുന്നു. ഇവിടെ വാഴയൊക്കെ വെച്ചാൽ പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടാതായതില്ല കേട്ടോ. നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. നമ്മുടെ തോടാണത്. തോടാകെ നശിച്ച് കിടക്കുകയാണ്, പുല്ലും കാടും പൊന്തയൊക്കെ കയറിയിട്ട്. അതുവഴി ഒന്നും അവിടെ പോക്ക് നടക്കാനല്ല. എങ്ങനെ പോകും? ഇതിലെങ്ങനെ അരി പിടിച്ച് പോവുകയൊക്കെ ചെയ്യാം, പക്ഷെ ഞാൻ പോകുന്നില്ല, റിസ്ക് എടുക്കണ്ട. അവിടെ പോയതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ തിയേറ്ററിലെ നമ്മൾ സിനിമ കാണാനൊക്കെ വേണ്ടിയിട്ട് വരുന്ന തിയേറ്ററാണ് ആ കാണുന്നത്. അവിടെ ഒരു ബിൽഡിങ് കണ്ടോ? ഞങ്ങൾക്ക് കണ്ടോന്നറിയില്ല. ഇലമറവുകളുണ്ട്. നേരെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും നല്ല അനാകൊണ്ട സിനിമയിലേക്കുള്ളൊരു പ്രതിനിധിയാണ്. ഇവിടെ ഉണ്ടാകും അനാകൊണ്ടയൊക്കെ. നമുക്ക് ടെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. ടെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ റീപ്ലൈ തന്നു. ടെൻറ്റ് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം ടെൻറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിലൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ ക്യാമ്പിങ് പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാമ്പിങ് ചെയ്യണം. നമുക്ക് ഇനിയിപ്പോൾ ക്യാമ്പിങ് പരിപാടികളൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഞാൻ അവിടെ നിന്നൊക്കെ കുറേ പോകുന്ന താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തും തന്നെ കുറച്ച് എഗിരി കാണാറ്. ആളുകൾ അത്യാവശ്യം ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. ഇതിലൊക്കെ നടന്ന് പോവുക എന്നുള്ള തന്നെ ഒരു ടാസ്ക്കാണ്. അല്ലാത്തയാര് നമ്മൾ റോട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഒരു മരം അങ്ങനെ ഉണ്ടാവലുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അവിടെയൊക്കെ എല്ലാം ആയുണ്ടാവും. ഓക്കെ, നമ്മളങ്ങനെ ഒരു അതിനകത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ തോട്. നമ്മൾ ആദ്യത്തെ തോട്ടിലായിരുന്നു, അവിടെ അങ്ങോട്ട് പോകുന്നു. ഇവിടെ ഈ വെള്ളം കയറി ഇവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. എന്ത് രസമല്ല അതിൻ്റെ നാട് കാണാം. അടിപൊളി, നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ദിവസം പറ്റുവാണെങ്കിൽ ഇതുമ്പോൾ നമുക്ക് ക്യാമ്പ് ചെയ്യണം. ക്യാമ്പിങ് ടെൻ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പിങ് കുറേ ഉണ്ടാവും കേട്ടോ. പാരൽമീൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ എല്ലാ പ്ലാനും തകരും. ഇതൊരു ഇളം കുട്ടനാടാണ്. ഈ വീട്ടിലുള്ള ചെറിയൊരു പാലമാണിത്. എന്താ ഈ പിടിക്കാനൊക്കെ കയറൊക്കെ കിട്ടിക്കണം. കൊള്ളാട്ടോ. അവിടെയും കൊള്ളാം, ഇവിടെയും കൊള്ളാം.
ഇവിടെ വീട്. ആഹാ, പണി പാളി. മീൻ കിട്ടിയിട്ടില്ല. ഹലോ ഗൈസ്, എന്താണ് ചായക്ക് കടി? അപ്പത്തേക്ക് എന്താണ്? എവിടെ? വേറെന്താണ്? എന്ത് ചമ്മന്തി? എന്തിന്റെ ചമ്മന്തി? എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? അപ്പം മുളകും ചമ്മന്തി. ഓക്കെ. അപ്പോൾ നമ്മുടെ പരിപാടി നെക്സ്റ്റ് വീണ്ടും നമ്മൾ എഡിറ്റിങ്ങിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ ഒരു തള, ഇത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ പോയി വാങ്ങിയതാണ്. ഇത് പിന്നെ പുകയില്ല, ഇത് വെള്ളത്തേക്ക് ഇങ്ങനെ ഇടുക. ഇത് നമുക്ക് പൊട്ടുംപൊടിയൊക്കെ ഇട്ടാൽ മതി. ഇത് നമുക്ക് എന്തിനാ വെച്ചാൽ നമ്മളുടെ പയറിനുള്ള ഉണ്ടാക്കണം. ഒന്നുമില്ലതൊക്കെ ചെറിയൊരു ഇത്ര വലിപ്പമുള്ളൊരു സാധുവിൻ്റെ പൊട്ടൂടെ തിളപ്പിക്കുക. പെരലിനെ എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം. എന്നാലേ നമുക്ക് പറഞ്ഞ പോലെ വലുതെന്തെങ്കിലും പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് പഴയ പരിപാടിയാണ്, ചിരട്ടക്കണി എന്ന് പറയും ഞങ്ങളവിടെ. ഈ കുപ്പിക്കണീൻ്റെ അതേ സിസ്റ്റം തന്നെയാണ്, പക്ഷേ കുപ്പിക്കണി ഇതിൻ്റെ പുതിയ മോഡലാണ്. ഇത് പണ്ടൊക്കെ സ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഇങ്ങനത്തെ എന്താ പറയുക ചിരട്ടക്കണി ആയിരുന്നു. ഇനി ഇതിന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിനൊരു ചെറിയൊരു നടുക്കൊരു ഓട്ട കുത്തും, വട്ടത്തിനൊരു ഓട്ട കുത്തിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. അപ്പോൾ ഇതെന്തായി നല്ലൊരു കെണിയായിട്ട് മാറും. ഞാൻ കാണിച്ചു തരാം, വേണ്ടി പാടുള്ളൂ. അങ്ങനെ ആഹാ കൊള്ളാം. അപ്പം ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ കെണി. അങ്ങനെ നമ്മൾ എല്ലാത്തിനും, അതായത് 4 4 നമുക്ക് ഓട്ട കുത്തി റെഡിയാക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കെണികളൊക്കെ ഇത് നമ്മളുടെ മരുന്ന് കഷായം അതും ടൈറ്റ് ആയിട്ടുണ്ട്. അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് സാധനം, കുറച്ചുകൂടി വെള്ളം വെച്ചത് ഒന്ന് ലൂസാക്കണം. ഇത്ര സ്ട്രോങ് ആക്കണ്ട, ഇത്ര സ്ട്രോങ് ആക്കിയാലും പണി കിട്ടും. ഇതൊക്കെ മണത്താൽ തന്നെ അവിടെ അടിച്ച് കയറും. നല്ല പവറാ. ഓക്കെ, സ്കൂൾക്ക് പോകാം. ടാറ്റാ, വൈകിട്ട് കാണാട്ടാ. ഞാനിത് ഇങ്ങനെ ഊറ്റിയെടുക്കുകയായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കൊണ്ട് ഈ പമ്പിൽ വയ്ക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പമ്പക്ക് ഇതിൻ്റെ കരട് കയറും. അപ്പോൾ ഇത് എന്നിട്ട് ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ അരിപ്പുണ്ടെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചൊക്കെ അരിച്ചിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാം. അല്ലാന്നാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കരട് തുടങ്ങിയിട്ട് പമ്പ് നാശമാവും. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി വെള്ളം നമുക്ക് പച്ചവെള്ളം കുറച്ചുകൂടി ഒഴിക്കാം. എനിക്കൊന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടി പച്ചവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ സീനാവും. അപ്പോൾ നമ്മുടെ ഫുൾ സാധനം എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ കെണിയുണ്ട്, അതുപോലെ തന്നെ പമ്പുണ്ട്, നമ്മുടെ മരുന്ന് എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ നേരെ തോട്ടത്തിലേക്ക് പോവാണ്. അതായത് നമുക്ക് കുപ്പിക്കണിയിൽ ഒരു 2-3 പരൽ ചാടി കിട്ടിയിട്ടുണ്ട്. 3 കിട്ടിയത് ജീവനോടൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിങ്ങനെ ജീവനോടൊക്കെയുള്ളതാണ് വേണ്ടത്. ജീവനോടെ കളിക്കുന്ന പരലുകളെയാണ് നമുക്ക് ആവശ്യം. അതൊക്കട്ടെ, നമ്മളുടെ പരിപാടി വറ്റുപടുത്തനുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളുടെ ഉണക്കമീനെ അത് ചേർത്തത്. ഞാൻ ആ ചിരട്ടക്കണിയൊക്കെ കൊണ്ടുപോയി വെച്ചു. ക്യാമറ കൊണ്ടുപോകാഞ്ഞത് വെള്ളത്തിൽ കൂടെ ആയതുകൊണ്ട് നമ്മുടെ ക്യാമറൻ്റെ സ്വിച്ച് ഇപ്പോൾ റെഡി ആക്കിയില്ലല്ലോ. അപ്പോൾ ഇത് കഴുകിയിട്ടുണ്ട്. ഇന്നലെ അമ്മ മണ്ണെണ്ണ വെച്ചതാണ്, കഴുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ആ ഒരു മരുന്ന് ചേർത്ത് കൊടുക്കണം. എവിടേക്കാണ് ഉറുമ്പുള്ളത് അതും കൂടെ എല്ലാത്തും കൂടെ നമ്മൾ അടിക്കണം. ഉറുമ്പ് വരാൻ സാധ്യത ഉള്ളതൊക്കെ നോക്കിയിട്ട്, അതുപോലെ തന്നെ ഉറുമ്പ് ഇപ്പോൾ നിലവിലുള്ളത് ഒക്കെ അടിക്കണം. കംപ്ലീറ്റ് അടിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ പിന്നെ ഇനി വരില്ലല്ലോ, ലെമിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇനി വരില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു പദ്ധതി പാളോ എന്തൊക്കെ അറിയില്ല നടക്കുമെന്നുള്ളത് നോക്കണം. അതിൻ്റെ പമ്പ് കേടാണ്, അത് നോക്കാം. നോക്കാം. അവസാനം കൈ കൊണ്ടാക്കേണ്ടി വന്നു കേട്ടോ, കാരണം നമ്മുടെ പമ്പ് കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഞാനൊരു ഇല വെച്ച് ഉപയോഗിച്ചപ്പോഴും നടക്കുന്നില്ല. അവിടെ ഒരു മരം മുറിക്കുന്നുണ്ട്, അവിടെ നമ്മുടെ ചെക്കന്മാർ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ മീൻ എന്തായി നോക്കാം. മരുന്ന് ഫുള്ളായിട്ട് അടിച്ച് തെളിച്ച് വെച്ചിട്ടുണ്ട്. മരുന്ന് ഇനിയും അടിക്കേണ്ടി വരും കേട്ടോ, മരുന്ന് ഇനിയും തെളിക്കേണ്ടി വരും.
വെള്ളത്തേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങേമാരെ വെള്ളത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളുടെ മീൻ കെണിയിൽ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാം. ഇവിടെയാണെങ്കിൽ എൻ്റെ മുട്ടിൻ്റെ ഇത്രയും വെള്ളമുണ്ട് ഉണ്ടോ, അതാണ് സീൻ. ഇവിടെ നമ്മൾ ഇവിടെ ഒന്ന്, അവിടെ, പിന്നെ ഇവിടെ, അങ്ങനെ മൊത്തത്തിൽ 4 ഇവിടെ എവിടേക്ക് വെച്ചിരിക്കുന്നോ. 3 ഇവിടെയാണ്, 1 ഇവിടെയാണ്. ഇവിടെ ഈ സൈഡിൽ എവിടെയോ ഒന്ന് വെച്ചിരുന്നല്ലോ. ഇതില്ല കേട്ടോ, വേറെ വെച്ചതാണ്, ഇതില്ല. ശോകമാണോ നീ, ശോകമാണ്. ഇവിടെ അങ്ങനെ പൊന്തി കിടക്കും, പ്രശ്നമൊന്നുമില്ല, കൈ പിടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശോകമാണ് നീ, ശോകമാണ്, ശോകമാണ് നീ, ശോകമാണ്. ഇതൊന്നുമില്ല, ഒക്കെ ശോകമാണല്ലോ. അപ്പം നമുക്കിന്ന് പെരല് കിട്ടാൻ മാർഗമല്ലേ. അപ്പം ഇനി നമ്മൾ നേരെ കരയിൽ നിന്ന് കയറിയിട്ട് നമുക്കൊന്ന് ഒരു സ്ഥലം വരെ പോകാണ്ട്, ആ പരിപാടി നോക്കാം നമുക്ക്. അതായത് ഓന് ഈ ഒരു വലമ്മ തേച്ചിട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. ഒരു 20 വിരലിച്ച് തരുമോ? തരണം കേട്ടോ, മറക്കരുത്. ഒരു 20 വിരലിൻ്റെ ആവശ്യമുണ്ട്. ഒരു ചൂണ്ടലൊക്കെ ഉണ്ട്, സെറ്റപ്പാ പരിപാടി, ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ പണി മൊത്തത്തിൽ പാളിയിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഈർപ്പെടണം, അവിടെ സൗണ്ട് ഉണ്ട്, ഈർപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങാടിക്ക് പോകണം, ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം പോവാം. വേറെ പരിപാടി നോക്കണം നമുക്ക്. അല്ല അപ്പോൾ അതിങ്ങനെ പോയിട്ട് കാര്യമില്ല, വേറെ പരിപാടി നോക്കിയേ പറ്റും. അങ്ങാടിയിൽ പോയിട്ട് ഈർപ്പൊക്കെ വാങ്ങി. ഇത് ഒരു 60 mm ഈർപ്പയാണ്. അത് നമ്മുടെ കയ്യിലുള്ള തന്നെയാണ്. പിന്നെ ഇത് ബോട്ടിൽ, ഇതുപോലത്തെ ഒരു 10-20 ബോട്ടിലാണ് ഇതുള്ളത്. ഇത് നമ്മളെ തൊട്ടടുത്തുള്ള കടയിൽ നിന്നും, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ നിന്നും നമ്മൾ എടുത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കൊക്ക. ഇത് പിന്നെ ഇതിന് സൈസ് കൊടുത്തിട്ടുള്ളത് 12-50 PCS എന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഒരു കണക്കൊന്നും അറിയില്ല എങ്ങനെയാണത് എന്നുള്ളത്. എന്തായാലും ഇതൊരു 26-27 ഉണ്ട്. നമ്മൾക്ക് കുപ്പി എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ച് അത്ര എണ്ണം നമ്മൾക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം കുപ്പി എണ്ണ ഇട്ടിട്ടെ, കുപ്പി എണ്ണിയിട്ട് നമുക്ക് എത്ര എണ്ണം നോക്കാം. അപ്പോൾ കുപ്പി ഉള്ളത് നമ്മളടുത്ത് 23 എണ്ണമാണ്. ഇതിങ്ങനെ നമ്മളൊരു ഈ ഒരു നീളം മതി, അതായത് 1 മീറ്റർ ആ ഒരു റേഞ്ച് നീളത്തിൽ നമുക്കിത് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ തോട്ടിൽ ഇത്രയും വലിയ ആയൊന്നും ഇല്ല കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ കുപ്പിയും കെട്ടണം, പിന്നെ ഈ കൊക്കയും പതിക്കണ്ടേ. നമ്മളെക്കൊണ്ട് ഇന്ന് നമുക്ക് പാരല് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പരിപാടി നടക്കില്ല, എന്നാണെങ്കിൽ നമുക്ക് നടക്കില്ല. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ കൊക്ക നല്ല അടിപൊളി കൊക്കയാണ്, ഉണ്ടാ, നല്ല ഷാർപ്പാണ്. ഉപ്പൊക്കെ ഉള്ള നല്ല ഐറ്റം സാധനം തന്നെയാണ്. കുളത്തിയാലൊക്കെ കിട്ടും. എന്താ അവസ്ഥ അറിയില്ല. നമുക്ക് പതിച്ച, ഞങ്ങളുടെ അതിനെ പതിക്കെന്ന് പറയും. കൊക്കന്നെ ഈർപ്പ കൊട്ട എന്നെ പതിക്കാന്ന് പറയും. ഒരു 3-4 ചുറ്റി ചുറ്റുക, അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് വലിക്കുക. അതിനാട്ടം കുറച്ച് പവറാകണം, ഊരി പോരരുത്. അപ്പം ഇങ്ങനെ നമ്മളുടെ ചൂണ്ട റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചൂണ്ടിൻ്റെ മൊത്തത്തിലുള്ള നീളം എന്ന് പറയുന്നത്. അത്ര നീളമുള്ളൂ. അപ്പോൾ ഈ ഒരു തലഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇതുവരെ ആരും ഇങ്ങനെ ഇടണ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തന്നെ അത് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് എനിക്കും പരിചയം. അതിലേറെ നമ്മുടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം വല്ലാതില്ല. കുപ്പിയുടെ മൂടി നന്നായിട്ട് ടൈറ്റ് ആക്കണം, അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞ് തന്നു പോകും. കുപ്പീൻ്റെ തലയിൽ 2-3 ചുറ്റിയിട്ട് സാധാ കെട്ട് കെട്ടിയാൽ മതി. ഒരു 2-3 കെട്ടാട്ടോ. കാരണം എന്താ വെച്ചാൽ മീൻ വലിച്ചു കഴിഞ്ഞാൽ ഊരി പോരരുത്.
ഈർപ്പൊക്കെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ഈർപ്പം ഒഴിക്കോളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ കുപ്പിച്ചൂണ്ടൽ. ഞാൻ ഇതിന് പേരിട്ടിട്ടുള്ളത് അങ്ങനെയാണ്, കുപ്പിച്ചൂണ്ടലാണ് നമ്മുടെ കുപ്പിച്ചൂണ്ടൽ. അപ്പോൾ ഇതാണ് ഓക്കെ. ഇത്ര ഉള്ളതിൻ്റെ ഉണ്ടാ ഏതാണ്ട് ഒരടി അതിങ്ങനെ വെള്ളത്തിലിങ്ങനെ നടക്കും, കുപ്പി ഒക്കെ അങ്ങനെ താഴ്ന്നു നടക്കും. ഓക്കെ. അപ്പോൾ ഇതുമ്മലാണ് നമുക്ക് എന്തിനു കൊടുക്കേണ്ടത്, നമ്മളുടെ പരലിന്. അപ്പോൾ ഇത് കുപ്പിമ്മ കെട്ടൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് കെട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഇതിന് പണിയൊന്നുമില്ലല്ലേ, ഇത് ഇങ്ങനെ ചുറ്റിയിട്ട് അത് കുളത്തിടാൻ പറ്റില്ല, ഓട്ടാക്കാൻ പറ്റില്ല. ഇതിനെ ഓട്ടാക്കി കഴിഞ്ഞാൽ വെള്ളത്തിൽ തന്നൂല്ലേ. അപ്പോൾ ഇവിടുന്ന് കെട്ടൽ നടക്കില്ല, നമുക്ക് സ്പോട്ടിൽ കെട്ടലേ നടക്കുള്ളൂ. സ്പോട്ട് കെട്ടൽ നോക്കാം. ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് കെട്ടട്ടോ കേട്ടോ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളുടെ 23 കുപ്പിയിലും നമ്മൾ ചൂണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പിണങ്ങോ എന്താ അറിയില്ല, ഞാൻ ഇങ്ങനെ തന്നെ വെച്ചേക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചൂണ്ടൽ കിടക്കണേ. അതിൻ്റെ ഈ ഒരു സ്റ്റിക്കർമ്മ തന്നെ വെച്ചേക്കുവാണ്. ശരിക്കും ഇത് അവിടെ പോയി ചെയ്യേണ്ടതാണ്, പക്ഷെ ഒരാളും കൂടി നമ്മുടെ കൂടെ ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു സിംഗിളായിട്ടല്ല പോകുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കെട്ട് കുടുങ്ങിയതൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് റെഡിയാക്കാം. വലിയ കെട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഈ ഈർപ്പൊക്കെ തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പടങ്ങണ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും അത് ഫുള്ളായി. നമ്മളുടെ ഒരു 3 കൊക്ക നമുക്ക് ബാക്കിയുണ്ട്, അതവിടെ വെക്കട്ടെ. അത് നമുക്കിനി വേറെ എന്തെങ്കിലും കൂട്ടത്തിനൊക്കെ ഉപയോഗിച്ചാൽ. അപ്പം ഞാനിതൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ചങ്ങായിമാരെ അവസാനമൊക്കെ പരൽ കിട്ടിയിട്ടോ. നമ്മൾ രാവിലെ പോയിരുന്ന സ്ഥലമല്ലേ, അവിടെ ഒരു കുണ്ടിൽ നിറയെ പരലാണ്. പക്ഷേങ്കിൽ എനിക്കിപ്പോഴെല്ലാം മനസ്സിലായത് അതിൽ പരലുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് പറയുമ്പോഴാണ് അറിയണം. എന്തായാലും അവിടെ പോയി പരൽ ആവശ്യത്തിന് പിടിച്ചിട്ടുണ്ട്. നാളെയൊക്കെ വേണമെങ്കിൽ വെറും പരൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോവാം. അത്ര കൊണ്ട് പരലാണ് അതിൽ. എന്തായാലും അത് പോട്ടെ. ഞാൻ അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി തോട്ടിക്ക് പോവാം. തോട്ടിക്ക് പോയിട്ട് നമ്മളുടെ പരിപാടി നോക്കാം. അപ്പോൾ സമയം കറക്റ്റ് 4:30 ഒരു 5 മണിയാകുമ്പോഴേക്ക് ചൂണ്ടലുകളെല്ലാം ഇട്ട് തീർക്കാൻ വേണ്ടി നോക്കാം. കിട്ടിയിട്ടുള്ള മീനൊക്കെ ഞാൻ ഇവിടെ കിണറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കും. ഇതിലുണ്ടാവും പരലുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. ഇതിനൊക്കെ ജീവൻ കേട്ടോ, ജീവനുള്ള സാധനങ്ങളാണ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ മേലിന് അങ്ങനെ ഈ അരുവിൽക്കൂടെ ഈ പറ്റുകൂടെ അങ്ങനെ പുല്ലുകൂടെ അങ്ങനെയാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. 20 ഇവിടെ തന്നെയല്ല വെക്കുന്നത്. നമുക്ക് ഇവിടെ എത്രത്തോളം വയ്ക്കാൻ പറ്റും അത്രത്തോളം ഇവിടെ വയ്ക്കും. ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ അപ്പുറത്ത് അവിടെ തെങ്ങൊക്കെ ഉണ്ട്, ആ സൈഡിലുള്ള വീട് അതിൻ്റെ അവിടെ അങ്ങനെ ആയിട്ടൊരു ചാലുകളുണ്ട്, അതിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടൂൾസ്. 2 കയ്യിൽ സാധനം ആയതുകൊണ്ട് ക്യാമറ ജസ്റ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പയറുണ്ടോ, പയറ് നനക്കാണ്ട്, പയറ് നനക്കാൻ മറക്കരുത്. ടൂൾസൊക്കെ കൊടുക്കണം. ഇതിൽ ഈ പുല്ല് കൂടെ എങ്ങനെയാണ് കാര്യമായിട്ട് വെക്കേണ്ടത് അരിപ്പറ്റിന്. ആദ്യത്തേത് നമുക്ക് ഈ ഒരു ചപ്പിലാക്കാം. ആദ്യം നമ്മൾ ഒരു പച്ചക്കുപ്പിനെ തന്നെ എടുക്കാം. പച്ചക്കുപ്പി വേണ്ട. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ഇതിൽ നിന്നും ഒരു പരലിനെടുക്കാം. ജീവനുള്ളത് വേണമെന്ന് പറയാൻ കാരണം ഒന്നും മണ്ടിപ്പാഞ്ഞ് കഴിക്കാം. ഓക്കെ, കോർത്തിട്ടുണ്ട്. പരിപാടി ഒന്നുമില്ല, ഇട്ട് കൊടുക്കുക. അവിടെ കിടന്നോട്ടെ. കണ്ടില്ലേ, 1 ഞാൻ അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കണം. അവിടെ കേട്ടോ. കഴിഞ്ഞ ദിവസം മലമ്പാമ്പിനെ പിടിച്ച് പറഞ്ഞില്ലേ ഞാൻ, അത് ഈ ഏരിയ എന്നല്ല, പക്ഷെ എന്നാലും ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലൊക്കെ ഉണ്ടാവും. ഇവിടെ ഒന്നും ഗ്യാപ്പില്ല, അപ്പോൾ ഇവിടെ ഒന്നും വെക്കണ്ട. ഗ്യാപ്പില്ലാത്തതിലൊന്നും വെറുതെ വെച്ച് അതൊക്കെ നടന്ന് വേണ്ട തീർക്കണത്. ഇവിടെ ഒന്ന് എന്തായാലും വെക്കണം. ഈ ഒരു ഏരിയയിൽ ഞാൻ വെള്ളം എടുക്കുമ്പോൾ തന്നെ വെട്ട് കാണാം. അപ്പോൾ അവിടേക്ക് ഒന്ന് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേണത്തിനെടുക്കുക. ഓക്കെ, അതിലേക്ക് നമ്മളുടെ ഒരു പരലിനെ പിടിക്കുക. എന്നിട്ട് വേട അതിലൊരാൾ വരികട. ഓക്കെ, കോർത്തെടുക്കുക. തുള്ളിപ്പാന് അവിടെ കിടക്കുന്നുണ്ട്, കണ്ടോ? ഇപ്പോൾ 2 കേട്ടോ. 3. എൻ്റെ ഫ്രണ്ട് ഉണ്ട് കണ്ണന് ഇവിടുന്ന് ധാരാളം തവളയാണ് ചാട്, ധാരാളം ബ്രാലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്കൊരു 3 എണ്ണെങ്കിലും ഇടണം. 3 എണ്ണെങ്കിലും ഇവിടെ ഈ ഒരു ഏരിയയിൽ കാച്ചണം. അപ്പോൾ നമ്മൾ മൊത്തം 5 ഇട്ടു കേട്ടോ. ഇത് 6 ഇട്ടു കേട്ടോ. ഇത് 5-ാമത്തെ 7-ാമത്തെയാണ്. ഞങ്ങളൊക്കെ ക്ഷീണിച്ചു, മണ്ടിപ്പാച്ചം കുറവാണല്ലോ ഇപ്പോൾ.
മണ്ടിപ്പാച്ചിൽ കുറവാണ്. മണ്ടിപ്പാച്ചിൽ കുറവാറിനൊക്കെ ചത്തു. ഞാൻ കലയ്ക്ക പിടിച്ചത് ഞാൻ ആകെ. അത് കുഴപ്പമില്ല. ഇപ്പോൾ ഈ ലെവൽ കിടക്കട്ടെ. ജീവനുള്ള ആൾക്കാരാണ് വേണം. അപ്പോഴാണ് ഇത് ശരിക്കും പ്രോപ്പറായിട്ട് വർക്കാകുക. ഓക്കെ വേണ്ടോ പിന്നെ മരിങ്ങൾ തുള്ളി കളിച്ചണം. വെള്ളത്തിൽ കിട്ടാനും കളിച്ചു. 23 ഇനി 6 കൂടി ഇതിലുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമ്മൾ ആ ഒരു തോട്ടിൽ ആ ഒരു ഏരിയയിലായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് 6 പറഞ്ഞ 17 അതിൽ വെച്ച് നമ്മൾ. ഇനി ബാക്കിയുള്ള ഈ ഒരു 6 ഉണ്ടല്ലോ, ഈ ഒരു 6 ആ കാണുന്ന ആ ഒരു തൊടിയിൽ കൂടെയാണ് നമ്മൾ വെക്കേണ്ടത്. ചെങ്ങന്മാരെ ഞാൻ അവിടെ വെക്കണമെന്ന് കരുതിയില്ലേ, അവിടെ ഞാൻ വെക്കണില്ല കേട്ടോ. ഞാൻ എല്ലാം ഇതിൽ തന്നെ വെക്കാം എന്നാണ് കരുതുന്നത്. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നമ്മൾ വെച്ചിട്ടില്ലേ ഈ ഒരു ഏരിയയിൽ കൂടെ തന്നെ എല്ലാം വെക്കണം കരുതണം. കാരണം എന്താ വെച്ചാൽ അവിടെ വേലി കെട്ടിയോണ്ടേ, അവിടെ ആദ്യം വേലില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയക്കായിട്ട് ഇനിയും വെക്കാണ്ട് 3-4 ഏറെ വെച്ചാലും കുഴപ്പമില്ലാത്തൊരു ഏരിയ. നമ്മളടുത്ത് ഉണ്ടായിരുന്ന 23 ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. കിട്ടുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതുവരെ ഇവിടെ ആരും ചെയ്യണ കണ്ടിട്ടുമില്ല. ഇത് ഞാൻ പുതുതായിട്ടും ചെയ്ത് നോക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ബാക്കി നാളെ കാണാം. ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിച്ച് ഒന്ന് നനക്കാണ്ട് നമ്മളുടെ പയറൊന്ന് നനക്കാൻ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്യുവാണ്. ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ സൂര്യാസ്തമയമായി, എന്താ സൺസെറ്റ് ആവാറായി. സൂര്യൻ ഇപ്പോൾ അസ്തമിക്കും. ഇതൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ച് കുറച്ച് നേരം പോയിട്ട് ഓടണം. വൈകുന്നേരം 6 മണി തൊട്ട് ഒരു 9 മണി വരെ ഞാൻ ഇന്നലെ ഓടിയിട്ടുണ്ട്. 7 മണി തൊട്ട് 9 മണി വരെ 10-200 റുപ്യക്ക്. എന്നതുപോലെ ഇന്നും തന്നെ ഓടാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും മറക്കരുത്.